7 പ്രത്യേക സാഹചര്യങ്ങൾ, യേശു കർത്താവിൻ്റെ 7 പ്രത്യേക വിടുതലുകൾ. അതാണ് മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം. ആദ്യത്തെ വേണമെങ്കിൽ നമുക്ക് ഒരു സഭായോഗം അല്ലെങ്കിൽ ഒരു കൺവെൻഷൻ പന്തൽ എന്ന് വേണം നമുക്ക് ഉദ്ദേശിക്കാം. രണ്ടാമത്തെ ഒരു ഓഫീസ്, മൂന്നാമത്തെ ഒരു വിശ്വാസിയുടെ വീട്, നാലാമത്തെ ഒരു പബ്ലിക് മീറ്റിംഗ്, അഞ്ചാമത്തത് ഒരു പൊതു സ്ഥലം, ആറാമത്തത് യേശു കർത്താവിൻ്റെയും ശിഷ്യന്മാരുടെയും ഒരു യാത്ര, ബോട്ട് യാത്ര, ഏഴാമത്തത് ഒരു അപരിചിതമായ സ്ഥലത്തേക്കുള്ള യേശുവിൻ്റെ പ്രവേശനം. ഒന്നാമത്തെ നമ്മൾ കാണുന്നത് മത്തായിയുടെ സുവിശേഷം 5, 6, 7 വിശ്വപ്രസിദ്ധമായ മലയിലെ പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങി വരുന്ന യേശു കർത്താവ്. ആ കർത്താവിൻ്റെ പുറകെ വലിയൊരു പുരുഷാരം അവനെ പിന്തുടരുന്നു. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ചു. അവൻ്റെ പ്രസ്താവന, നിനക്ക് മനസ്സുണ്ടെങ്കിൽ കർത്താവേ ഞാൻ ശുദ്ധനാവും. അവനോർത്ത് യേശു കർത്താവ് ഞെട്ടുന്നു. യേശു അവനെ ഞെട്ടിച്ച്, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനാക എന്ന് പറഞ്ഞ് അവനെ തൊട്ടു, കുഷ്ഠരോഗിയെ തൊട്ടു. അവൻ സൗഖ്യമായി. അന്നത്തെ കുഷ്ഠരോഗി ഇന്നത്തെ പാപിയാണ്, ഒരു കള്ളുകൂടിയൻ, ഒരു ദുശീലത്തിനടിമയായ മനുഷ്യൻ. അങ്ങനെ വേണേൽ നമുക്ക് ഊഹിക്കാം. അവൻ ഇന്ന് കർത്താവിനോട് ധൈര്യമായിട്ട് പറയാം, കർത്താവേ എനിക്ക് കഴിയുകയില്ല, ഞാൻ അഡിക്റ്റഡ് ആണ്, പക്ഷെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എൻ്റെ കാര്യം ഓക്കെയാണ്. മതവും ലോകവും പറയുന്നത് എന്താണ്? കുഞ്ഞുങ്ങളെ വരെ സ്കൂളിൽ ടീച്ചർമാരും മാതാപിതാക്കളും പഠിപ്പിക്കുന്നുണ്ട്, എടാ നിനക്ക് മനസ്സുണ്ട്, നീ നന്നാകും, നീ മനസ്സ് വെച്ചാൽ നിനക്കൊന്നാമനാകാം. മതവും പറയുന്നത് എന്താണ്? ഞാനിത് പറയുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് മനസ്സുണ്ടേ നിങ്ങൾ നന്നാകാം, നിങ്ങളുകൂടെ മനസ്സ് വെക്കണം. ഡോക്ടർ പ്രിസ്ക്രിപ്ഷനൊക്കെ എഴുതി കൊടുത്തിട്ട് പറയുന്നത് എന്താണ്? നിങ്ങൾ കൂടെ മനസ്സ് വെക്കണം, നിങ്ങൾ ഭക്ഷണം ക്രമീകരിക്കണം, മരുന്ന് യഥാസമയം കഴിക്കണം, എക്സർസൈസ് ചെയ്യണം, നിങ്ങളുടെ ഭാഗത്തുനിന്നുകൊണ്ട്. അപ്പോൾ യേശുവിൻ്റെ പ്രത്യേകത കണ്ടോ? അപ്പോൾ യേശുവിനെ പോലെ വേറെ ആരെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും ആകാൻ കഴിയുമോ? കർത്താവിന് മനസ്സുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടുന്നു. ഇതിൻ്റെ പേരല്ലേ കൃപ എന്ന് പറയുന്നത്. മത്തായി 5, 6, 7 പ്രത്യേകത എന്താ? ആർക്കും ഒരു നാളും പാലിക്കാൻ പറ്റാത്ത കൽപ്പനകളാണ് പറഞ്ഞത്. മനഃപൂർവ്വം പറഞ്ഞതാ. കാരണം പ്രമാണം കൊടുത്തപ്പോൾ തന്നെ ഉദ്ദേശം എന്താണ്? ഒരു ദൈവത്തിൻ്റെ നീട്, ഒരു സഹായകൻ്റെ ആവശ്യം ഇവർക്കുണ്ടാകട്ടെ എന്ന് കരുതിയാണ്. കുറേ പേരൊക്കെ കർത്താവിൽ ആശ്രയിക്കാൻ ഇടയായി. കുറേ പേര് സ്വയനീതിക്കാരായി മാറി. ആ സ്വയനീതിക്കാരനോടുകൂടെ പറയുകയാണ്, ദേ നിന്റെ വലത് കൈ പാപഹേതു വാങ്ങുന്നെങ്കിൽ വെട്ടിക്കളഞ്ഞോ, വലത് കണ്ണ് പാപഹേതു വാങ്ങുന്നെങ്കിൽ കുത്തിക്കളഞ്ഞോ, നിന്നോട് കടം ചോദിക്കുന്നവന് കൊടുത്തോ, ഒരു നാഴിക പോകാൻ പറയുന്നതിൻ്റെ പുറകെ 2 നാഴിക പോക്കോ, പറ്റുമോ? ഇല്ലല്ലോ. അങ്ങനെയെങ്കിലും നീ എന്നെ ഒന്ന് വിളിക്ക്. അപ്പോൾ ഇതുമായിട്ട് മാച്ചായി. കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എനിക്ക് നന്മ വരും, കർത്താവിന് മനസ്സുണ്ടെങ്കിൽ എനിക്ക് നന്മ വരും, എനിക്ക് സൗഖ്യം കിട്ടും, എനിക്ക് വിടുതൽ കിട്ടും. യേശു അല്ലാതെ ആര് പറയും? എനിക്ക് മനസ്സുണ്ട്. സ്കൂൾ കുട്ടിയോട് ടീച്ചറല്ല യേശു പറയുന്നത്, എനിക്ക് മനസ്സുണ്ട്, നീ പാസ്സാകും. രോഗിയോട് യേശു പറയുന്നത്, എനിക്ക് മനസ്സുണ്ട്, നീ സൗഖ്യമാകും. കടബാധിതയാൽ ഭാരപ്പെടുന്നവനോട് കർത്താവ് പറയുകയാണ്. തുറന്നടപ്പുകാരനോട്, മദ്യപാനിയോട് യേശു പറയുന്നത്, എനിക്ക് മനസ്സുണ്ട്, നീ വന്നില്ലേ, സഭയെ വന്നില്ലേ, എൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയില്ലേ, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് വിടുതലുമുണ്ട്. രണ്ടാമത് നമ്മൾ കാണുന്നത്, യേശു കർത്താവ് കപർന്നഹൂമിലെത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്നു. അദ്ദേഹത്തിൻ്റെ വേലക്കാരൻ സുഖമില്ലാതെ കിടക്കും. അപ്പോൾ യേശു കർത്താവ് പറഞ്ഞു, ഞാൻ ഒന്ന് സൗഖ്യമാക്കാം. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, അങ്ങ് വരണ്ട, എൻ്റെ വീട്ടിൽ വരാൻ ഞാൻ യോഗ്യനല്ല, അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാണ്, എൻ്റെ കീഴിലും പടയാളികളുണ്ട്. യേശു ഇത് കേട്ടിട്ട് അതിശയിച്ചു. പുറകെ വരുന്നവരോട് പറഞ്ഞത്, ഇങ്ങനെയുള്ളൊരു വിശ്വാസം, ഇത്ര വലിയ വിശ്വാസം ഇസ്രയേലിൽ കൂടെ കണ്ടിട്ടില്ല. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? നമ്മളിപ്പോൾ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് പീഡനം വരുന്നു, നമ്മൾ ആരെ കുറ്റം പറയുന്നു? അധികാരങ്ങളെ കുറ്റം പറയും. പോലീസ് നീതി പാലിച്ചില്ല, അവർ പീഡിപ്പിക്കുന്നവരുടെ പക്ഷം നിന്നു. മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും നമുക്ക് അനുകൂലമായ നിലപാടെടുത്തില്ല. എന്നിട്ട് എന്താ കർത്താവ് ഇടപെടാത്ത കാര്യം? ഇതാണ്. നീ നിന്റെ ഭാര്യയോട് എങ്ങനെയാണ്? ഭാര്യ കർത്താവിൽ ഭർത്താവിനെ അനുസരിക്കുന്നുണ്ടോ? കുഞ്ഞുങ്ങൾ കർത്താവിൽ മാതാപിതാക്കന്മാരെ അനുസരിക്കുന്നുണ്ടോ? നീ നിന്റെ ഓഫീസിൽ എങ്ങനെയാണ്? വില്ലേജ് ഓഫീസറായ നിന്റെ അടുക്കെ ഒരാൾ വരുമ്പോൾ നീ അയാളോട് എങ്ങനെയാണ് പെരുമാറുന്നത്? അല്ലെങ്കിൽ കളക്ടറായ നിന്റെ അടുക്കെ ഒരാൾ വരുമ്പോൾ നീ എങ്ങനെയാണ് അവരോട് ബിഹേവ് ചെയ്യുന്നത്? ഷൗട്ട് ചെയ്യാറുണ്ടോ? പല്ല് കടിക്കാറുണ്ടോ? അധികാരമുള്ളവരെയോ സമ്പന്നരെയോ ഒക്കെ മാനിച്ചെന്ന് വരാം, മേലുദ്യോഗസ്ഥനെ മാനിച്ചെന്ന് വരാം. കീഴുദ്യോഗസ്ഥനെ മാനിക്കുന്നില്ല, കീഴുദ്യോഗസ്ഥൻ മേലുദ്യോഗസ്ഥനെ മാനിക്കുന്നില്ല. ഞാൻ ഇന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണ്, എനിക്ക് ഇന്നെ മാനിക്കേണ്ട കാര്യമില്ല, ഞാൻ സർക്കാരിൻ്റെ ശമ്പളക്കാരനാണ്. ഈ ഒരു കേസ് കിടന്ന് കളിക്കുന്നത് കൊണ്ടാണ് പീഡനങ്ങളും അതുപോലെ പ്രശ്നങ്ങളും വരുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കും.
അബ്രഹാമിൻ്റെ അനുഗ്രഹം, ഇസഹാക്കിൻ്റെ അനുഗ്രഹം, യാക്കോബിൻ്റെ അനുഗ്രഹം. ഈ ജാതികളൊക്കെ വന്ന് മേടിച്ചുകൊണ്ട് പോകും. രാജ്യത്തിൻ്റെ പുത്രന്മാരെയോ, ശ്രദ്ധിച്ചോ ആ വാക്ക്, രാജ്യത്തിൻ്റെ പുത്രന്മാർ. നിങ്ങളുടെ രാജ്യത്ത് നിങ്ങൾക്കൊരു നീതി കിട്ടണമെങ്കിൽ, ദൈവത്തിൻ്റെ നീതി കിട്ടണമെങ്കിൽ, അധികാരങ്ങളിൽ നിന്ന് നീതി കിട്ടണമെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെടണം. ദൈവം വെച്ചിട്ടുള്ള അധികാരങ്ങൾക്ക് കർത്താവിൽ കീഴ്പ്പെടണം. അങ്ങനെ കീഴ്പ്പെടുന്നവന് മറ്റുള്ളവരെ യേശു കീഴ്പ്പെടുത്തി കൊടുക്കും. കാരണം ഒരു ദേശത്ത് ദരിദ്രൻ പീഡിപ്പിക്കപ്പെടുന്നതോ നീതിയും ന്യായവും നിഷേധിക്കപ്പെടുന്നതോ കണ്ടാൽ വിസ്മയിച്ചു പോകരുത്. ഉന്നതന് മീതെ ഉന്നതനും അവനും മീതെ അത്യുന്നതനുമുണ്ട്. ഛത്തീസ്ഗഡിൽ, രാജസ്ഥാനിൽ പീഡിപ്പിക്കപ്പെടുന്നത് കണ്ടാൽ, എളിയവൻ ദരിദ്രൻ പീഡിപ്പിക്കപ്പെടുന്നത് കണ്ടാൽ വിസ്മയിക്കണ്ട, പ്രാർത്ഥിക്കുക. കളക്ടറുടെ മേലെ മുഖ്യമന്ത്രിയുണ്ട്, മുഖ്യമന്ത്രിക്ക് മീതെ പ്രധാനമന്ത്രിയുണ്ട്. പ്രധാനമന്ത്രിയും നടപടിയെടുത്തില്ലെങ്കിൽ സ്വർഗത്തിലുള്ളവൻ നടപടിയെടുക്കും. മൂന്നാമത് നമ്മൾ കാണുന്നത് ഒരു വിശ്വാസിയുടെ വീട്, ശിഷ്യന്റെ വീട്. യേശു കർത്താവ് ആ വീട്ടിൽ വന്നു. പത്രോസിന്റെ അമ്മായിയമ്മ പനി പിടിച്ചു കിടക്കുകയായിരുന്നു. യേശു അവളുടെ അടുത്ത് ചെന്ന് കൈ തൊട്ടു. പനി അവളെ വിട്ടുമാറി. അവൾ എഴുന്നേറ്റ് അവർക്ക് ശുശ്രൂഷ ചെയ്തു. യേശുവിനും ശിഷ്യന്മാർക്കും ശുശ്രൂഷ ചെയ്യുക ഒരു നല്ല കാര്യമല്ലേ? എല്ലാവരും പ്രസംഗികരാകണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് വലിയ പ്രയോജനമില്ല. എല്ലാവരും രോഗശാന്തി ശുശ്രൂഷ, എല്ലാവരും വീര്യപ്രവൃത്തികളുടെ ശുശ്രൂഷ, ഇത് മാത്രം ആഗ്രഹിക്കേണ്ട കാര്യമില്ല. ഇതൊരു വലിയ ശുശ്രൂഷയാണ്. വീട്ടിൽ വരുന്ന വിശുദ്ധന്മാർക്ക് ആഹാരം കൊടുക്കുക, വെള്ളം കൊടുക്കുക. യേശുവിൻ്റെ കാലത്ത് എത്രയോ സഹോദരിമാർ യേശുവിൻ്റെ പുറകെ നടന്ന് ഒരു മൊബൈൽ കിച്ചൺ ഉണ്ടായിരുന്നു. യേശു എവിടെയെങ്കിലും മീറ്റിംഗ് നടത്തും, ദീർഘസമയം സംസാരിക്കും, റെസ്റ്റ് എടുത്ത് പുറത്തോട്ട് വരുമ്പോൾ ഇവിടെ ചായ റെഡി, അല്ലെങ്കിൽ ആ തിരക്കിനിടയിൽ മാറ്റി നിർത്തി ശിഷ്യന്മാർക്ക് യേശുവിനുള്ള ഫുഡ് ഈ സഹോദരിമാർ കരുതിയിരുന്നു. ഒന്ന് ഓർത്ത് നോക്കി, അവരുടെ കുടുംബങ്ങളുടെ അനുഗ്രഹം ഒന്ന് ഓർത്ത് നോക്കിക്കേ. ദൈവം മനുഷ്യനായിട്ട് വന്നപ്പോഴേ ദൂതന്മാരെ സൽക്കരിച്ചിട്ട് അനുഗ്രഹം നേടിയവർ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അബ്രഹാമിന് കിട്ടിയ ഭാഗ്യം കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ സഹോദരിമാരുടെ ഭാഗ്യം എന്തായിരിക്കും? അവരുടെ തലമുറകളുടെ അനുഗ്രഹം എന്തായിരിക്കും? ഇന്നുകൊണ്ട് ചാൻസ്. ഈ എളിയവരിലൊരുവന് ഒരു പാത്രം വെള്ളം കൊടുക്കുക എന്ന് ഉദ്ദേശിച്ചാൽ ഒരു നല്ല വാക്ക് പറഞ്ഞാൽ, ഞങ്ങൾ നിങ്ങളുടെ പക്ഷത്താണെന്ന് പറഞ്ഞാൽ, വിഷമിച്ചിരിക്കുന്ന ഒറ്റപ്പെട്ടെന്ന് തോന്നുന്ന ആൾക്കാരോട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ പ്രതിഫലമുണ്ട്. അതൊരു ശുശ്രൂഷയാണ്. നാലാമത് നമ്മൾ കാണുന്നത് വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി. നമ്മുടെ ബലഹീനതകളെ എടുത്തു, വ്യാധികളെ ചുമന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ തന്നെ. നമ്മുടെ കടം ഒരാൾ ഏറ്റെടുത്താൽ, ആരാണോ അയാൾക്ക് പൈസ കൊടുത്തത്, പിന്നെ അയാളോട് കൊടുത്തവൻ ചോദിക്കില്ല, ഏറ്റെടുത്ത് നമ്മളോട് ചോദിക്കത്തുള്ളൂ. ഇതാണ് ഇവിടെ നടന്നത്. യേശു കർത്താവ് തൻ്റെ ഐഹിക ജീവകാലത്ത് എല്ലാവരുടെയും കടം ഏറ്റെടുത്തു, ദീനം ഏറ്റെടുത്തു, ബലഹീനത ഏറ്റെടുത്തു, കുറവുകൾ ഏറ്റെടുത്തു. പ്രതീകാത്മക എന്ന് പറഞ്ഞാൽ സകല ജനറേഷനിലുമുള്ള സകലരുടെയും അവൻ ഏറ്റെടുത്തു. എന്നിട്ട് കുരിശിൽ അത് വീട്ടി. യെശയ്യാ പ്രവാചകനിലൂടെ പറഞ്ഞത് നിവൃത്തി വരുത്തി. അഞ്ചാമത് നമ്മൾ കാണുന്നത് ഒരു ശാസ്ത്രിയാണ്. അദ്ദേഹം യേശുവിനോട് പറയുകയാണ്, ഗുരു, അങ്ങ് എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം. കർത്താവിനറിയാം ഇവൻ ഈ പറയുന്നതേ ഉള്ളൂ, 2 ദിവസം എൻ്റെ കൂടെ നടന്നാൽ 3-ാം ദിവസം ഇവൻ തിരിച്ചു പോകും. കാരണം ആർക്കും സ്വന്തം ശക്തി കൊണ്ട് യേശുവിനെ അനുഗമിക്കാൻ കഴിയുകയില്ല. കർത്താവ് കൃപ നൽകിയിട്ടല്ലാതെ ആർക്ക് യേശുവിൻ്റെ കൂടെ നടക്കാൻ കഴിയും? യേശു ഒരു പക്ഷേ ദീർഘസമയമൊക്കെ പ്രാർത്ഥിക്കും, കിലോമീറ്ററുകൾ നടക്കും, ഉറങ്ങുന്നത് ചിലപ്പോൾ മരത്തിൻ്റെ ചുവട്ടിലായിരിക്കും, മലയിലായിരിക്കും, വീട്ടിലൊന്നും എപ്പോഴും പോകത്തില്ല. ഇതൊന്നും ഇവന് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. കാരണം കൃപയുണ്ടെങ്കിലല്ലേ ഇത് സന്തോഷത്തോടെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് യേശു പറഞ്ഞു, ആകാശത്തിലെ പറവകൾക്ക് കൂടുകളും കുറുനരികൾക്ക് കുഴികളുമുണ്ട്. നീ എൻ്റെ കൂടെ വന്നാൽ നിനക്ക് ജീവിതം അത്ര സുഖമായിരിക്കത്തില്ല. അതുകൊണ്ട് നീ എൻ്റെ കൂടെ വരണ്ട. ശിഷ്യന്മാർക്ക് വേറൊരുത്തൻ അവനോട്, കർത്താവേ, ഞാൻ മുമ്പേ ചെന്ന് എൻ്റെ അപ്പനെ അടക്കം ചെയ്യുവാൻ അനുവാദം തരണം. യേശു അവനോട്, നീ എൻ്റെ പിന്നാലെ വരിക, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ നീ വിളിയുള്ളവനാണ്. അപ്പൻ്റെ കാര്യമൊക്കെ അവർ നോക്കിക്കോട്ടെ, നീ എന്നെ അനുഗമിക്കുക. നീ ജീവനുള്ളവനെ പിന്തുടരേണ്ട ജീവനുള്ളവനാണ്. നീ എൻ്റെ പിന്നാലെ വരിക. ആറാമത് നമ്മൾ കാണുന്ന ഒരു സൂപ്പർ നാച്ചുറൽ റെലം ഓപ്പൺ ആകുന്നതാണ്. അത് കാണിക്കാൻ വേണ്ടിയാണ് യേശു ശിഷ്യന്മാരെയും വിളിച്ചുകൊണ്ട് ചെന്നത്. എന്നിട്ട് യേശു കിടന്നങ്ങ് ഉറങ്ങി. നമ്മുടെ ജീവിതത്തിലേക്ക് അത്ഭുതങ്ങൾ നടന്നതും അനുഭവിച്ചതൊക്കെ ഇങ്ങനെയാണ്. യേശു നമ്മളെ വിളിച്ചു, നമ്മൾ യേശുവിൻ്റെ കൂടെ പോയി. പ്രശ്നം വന്നപ്പോൾ അനക്കമില്ല. കാറ്റ് വന്നു, പടകിൽ വെള്ളം കയറി, നമ്മൾ ഓർത്ത് നമ്മൾ നശിച്ചു പോകുന്നു.
കർത്താവാണെങ്കിൽ ഒന്നും വേണ്ടുന്നില്ല, കാരണം ഉറക്കമാണ്. അപ്പോൾ പേടിച്ച് ശിഷ്യന്മാർ ഉണർത്തിയപ്പോഴയച്ച് പറയും, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകാൻ എന്ത് അല്പവിശ്വാസികളെ. നിങ്ങളുടെ വിശ്വാസം ഒന്ന് കൂട്ടാൻ വേണ്ടി മാത്രം ഞാൻ ചെയ്തതാണ്. ഇങ്ങനെയാണ് വിശ്വാസം കൂടുന്നത്. പ്രതികൂലത്തിലൂടെ കൊണ്ടുപോകും. ഞാൻ എന്നിട്ട് മിണ്ടാതിരിക്കും. നിങ്ങൾ നിങ്ങളുടേതായ വഴിക്കുള്ള രക്ഷപ്പെടാനുള്ള മാർഗം ആലോചിക്കും, പരിശ്രമിക്കും. അവസാനം നിങ്ങൾ എന്നെ ഇപ്പോൾ വിളിച്ചുണർത്തി അടുത്ത തവണയാകുമ്പോൾ നിങ്ങൾ കുറേ ടൈം കൂടെ മുന്നോട്ട് പോകും. അല്പവിശ്വാസം എന്നാൽ പൂർണ്ണ വിശ്വാസമായി മാറും. ഫലം എന്താണ്? കാറ്റും കടലും കൂടെ നിങ്ങളെ അനുസരിക്കും. നിങ്ങൾ എന്നെ അനുസരിച്ച് കൂടെ വന്നതല്ലേ, ഞാൻ വിളിച്ചപ്പോൾ വന്നതല്ലേ. നിങ്ങൾ എന്നെ അനുസരിച്ചതുകൊണ്ട് ആർക്കും കീഴ്പ്പെടാത്ത, ആരെ അനുസരിക്കാത്ത കാറ്റും കടലും നിങ്ങളെ അനുസരിക്കും. ഏഴാമത്തെ നമ്മൾ കാണുന്നത് 2 ഭൂതഗ്രസ്തർ ശവക്കല്ലറകളിൽ താമസിക്കുന്നു. അവന്മാർ അത്യുഗ്രന്മാരായതുകൊണ്ട് ആ വഴി ആരും നടക്കത്തില്ല. കാരണം സാധാരണ മനുഷ്യരെ കൂടെ പോയി അവന്മാർ ഉപദ്രവിക്കും. അപ്പോൾ ആ പാസേജിൽ തന്നെ ഒരു പന്നിക്കൂട്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതും ഇവരുമായിട്ട് ചെറിയ ബന്ധമുണ്ട്. കാരണം ഈ ഭൂതഗ്രസ്തരെന്ന് പറയുന്ന മനുഷ്യർ, 2 മനുഷ്യർ, ഇപ്പോൾ അവർക്ക് വോയിസ് ഇല്ല, ഭൂതമാണ് ഇവരിലൂടെ സംസാരിക്കുന്നത്. അപ്പോൾ പന്നികളെക്കുറിച്ച് നമ്മൾ പൊതുവെ പറയുന്നത് ആത്മീയത്തിൽ കുളിച്ചിട്ട് വീണ്ടും ചെളിയിൽ ഉരുളാൻ പോയവൻ, അതാണ് പന്നി. സാധാരണ മനുഷ്യർ വിശ്വാസത്തിലേക്ക് വന്നാലും ജീവിതത്തിൽ കുറ്റമോ കുറവോ ഇല്ലാത്ത ആരുമില്ല. അതുകൊണ്ടാണ് യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നത്, എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ പറയുന്നു, ആരെങ്കിലും പാപം ചെയ്തെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യത്തിനാണ്. രണ്ടാമത്, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ അവൻ ക്ഷമിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാണ്. എന്തിനാണ്? നമ്മൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റുപറയണം. വീണ്ടും തീക്ഷ്ണമായി നമ്മൾ പ്രാർത്ഥിച്ച് ഉപവസിച്ച് മുന്നോട്ട് പോകണം. എന്ന് പറഞ്ഞാൽ നല്ല നടപ്പിനുള്ളൊരു വാഞ്ചി നമ്മുടെ അകത്തുണ്ട്. പക്ഷേ ഇത് കേസ് വേറെയാണ്. ഇത് തെറ്റുപറ്റി ചെളിക്കുണ്ടിൽ വീണു, വീണ്ടും എഴുന്നേറ്റു, കുളിച്ചു, വീണ്ടും ചെളിക്കുണ്ടിൽ പോയി, വീണ്ടും കുളിച്ച് വന്നു, വീണ്ടും ചെളിക്കുണ്ടിൽ പോയി. അങ്ങനെയാണ് പിശാചിന് ഇത്ര ആധിപത്യം കിട്ടിയത്. കാരണം ഇവർക്കിപ്പോൾ സ്വന്തമായിട്ട് ഐഡന്റിറ്റി ഇല്ല. ഇവരല്ല സംസാരിക്കുന്നത്, ഇവരിലൂടെ ഭൂതം സംസാരിക്കത്തക്കവണ്ണം ഇവരെ പിശാച് അടിമയാക്കി കളയും. അപ്പോൾ സാധാരണ മനുഷ്യൻ സാധാരണ അവൻ തന്നെ സംസാരിക്കും, ഭൂതഗ്രസ്തനിലൂടെ ഭൂതം സംസാരിക്കുന്നു. ആത്മീയനാണെങ്കിലോ അവനിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. എത്ര മനോഹരമാണ്! ഇവിടെ അതിനേക്കാൾ മനോഹരമായൊരു കാര്യം, അത്യുഗ്രന്മാരായ ഭൂതഗ്രസ്തർ യേശുവിനെ കണ്ടപ്പോൾ നിലവിളിച്ചു. ആർക്കും വഴികൊടുക്കാത്ത അത്യുഗ്രന്മാരായ മനുഷ്യർ. ചില ഓഫീസിലൊക്കെ ചെന്ന് അങ്ങനെയല്ലേ, അത്യുഗ്രന്മാരായ മനുഷ്യരുണ്ട്. രാഷ്ട്രീയത്തിലുണ്ട്, പല മേഖലകളിലുണ്ട്. സാമൂഹ്യ ജീവിതത്തിൽ നമ്മൾ പലരോടും ഇടപെടേണ്ടി വരുന്നു. ആൾക്കാർക്ക് അവരുടെ അടുത്ത് പോകാനൊക്കെ പേടിയാണ്. പക്ഷെ നമ്മുടെ അകത്ത് യേശു ഉണ്ടെങ്കിൽ ആ യേശുവിൻ്റെ സ്നേഹത്തിൽ ഒന്ന് ചെന്ന് നോക്കിക്കേ, ഒന്ന് ഇടപെട്ട് നോക്കിക്കേ. ഷൗട്ട് ചെയ്താൽ തിരിച്ച് ഷൗട്ട് ചെയ്യാതെ താഴ്മയോടെ നിന്ന്, കോപിച്ചാലും തിരിച്ച് കോപിക്കാതെ സൗമ്യതയോടെ ഒന്ന് മറുപടി പറഞ്ഞ് നോക്കിക്കേ. മൃദുവായ വാക്ക് അസ്ഥികളെ നുറുക്കുന്നു എന്നാണ്. അത്യുഗ്രന്മാർ കരയുന്നത് നിങ്ങൾ കാണും. സഭായോഗങ്ങളിലും കൺവെൻഷനുകളിലും എത്രയോ അത്യുഗ്രന്മാർ നിലവിളിക്കുന്നത് നമ്മൾ കാണുന്നു. കാരണം സൗമ്യതയോടെ സംസാരിക്കുന്ന മനുഷ്യപുത്രൻ്റെ ശബ്ദം അവർ ഉള്ളിൽ തട്ടിയിട്ടാണ്. വഴിയില്ലാത്തടത്ത് വഴി തുറക്കും ദൈവം. ആരും ആയിക്കൊള്ളട്ടെ, പോലീസോ പട്ടാളമോ മന്ത്രിമാരോ ഗവർണർമാരോ പ്രധാനമന്ത്രിയോ പ്രസിഡന്റുമാരോ ആരും ആയിക്കൊള്ളട്ടെ, യേശുവിൻ്റെ വാക്ക് വഴി തുറക്കും. അത് അശുദ്ധ മണ്ഡലങ്ങളെ നീക്കം ചെയ്യും. അത് ജയം തരും. 7 കാര്യങ്ങൾ നമ്മൾ കണ്ടു. 1, യേശുവിന് മനസ്സുണ്ട്. 2, അധികാരത്തിന് കീഴ്പ്പെട്ടാൽ ദൈവം നമുക്ക് അധികാരങ്ങളെ കീഴ്പ്പെടുത്തി തരും. 3, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ലളിതമായ ശുശ്രൂഷയുണ്ട്, പക്ഷേ വലിയ അനുഗ്രഹമുണ്ട് വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിലൂടെ. 4 നമ്മൾ കണ്ടത്, യേശു നമുക്ക് വേണ്ടി ബലഹീനതകളെ ഏറ്റെടുക്കുന്നു ക്രൂശിൽ. 5 നമ്മൾ കാണുന്നത് കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പ്. ദൈവജീവനിലെ നമുക്ക് ദൈവത്തെ പിൻചെല്ലാൻ കഴിയുകയുള്ളൂ. യേശുവിൻ്റെ കൃപയാലേ നമുക്ക് യേശുവിൻ്റെ ഫോളോവറാകാൻ കഴിയുകയുള്ളൂ. 6 നമ്മൾ കാണുന്ന സൂപ്പർ നാച്ചുറൽ എല്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വാസത്തെ വർദ്ധിക്കുന്നതനുസരിച്ച് എല്ലാം നമുക്ക് കീഴടങ്ങും, സഭയ്ക്ക് കീഴടങ്ങും. ഏതാത്തിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ കണ്ടത്, വഴി തുറക്കുന്ന യേശു, കഠിന ഹൃദയന്മാരെ മാറ്റുന്ന യേശു, ഭൂതഗ്രസ്തരെ വിടുവിക്കുന്ന യേശു, ശക്തനായ യേശു, അപ്പോൾ തന്നെ ശുദ്ധീകരിക്കുന്ന യേശു, വിടുവിക്കുന്ന യേശു. കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൻ്റെ സകല അനുഗ്രഹങ്ങളും നന്മകളും വിടുതലുകളും ഭാഗ്യങ്ങളും നിങ്ങളുടെ മേൽ വരുമാറാകട്ടെ. കർത്താവ് കൃപ ചെയ്യട്ടെ, മാനിക്കട്ടെ. ആമേൻ.